ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പുതിയ മാസം ദൈവം ഞങ്ങൾക്ക് ഏവർക്കുമായി നൽകി തന്നല്ലോ. അനേകർക്ക് കാണുവാൻ കഴിയാത്ത ഈ പുതിയ ദിവസം, ഈ പുതിയ മാസം നാം ഏവർക്കുമായി ദൈവം നൽകി തന്നത് നമ്മുടെ ആരുടെയും മിടുക്കോ നമ്മുടെ ആരുടെയും പുണ്യ പ്രവൃത്തികൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തിലേക്ക് നമ്മുടെ ജീവനെ ഈ പുതിയ മാസം സമർപ്പിക്കാം. ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയ. ഈ ലോകസഖി എല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകനായ ദൈവമേ നീ അല്ലാതില്ലാരും എൻ യേശു മാത്രം മതി എനിക്കേതു നേരത്തും. ഈ ഓഗസ്റ്റ് മാസത്തിന്റെ 1-ാം ദിനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ദൈവിക സന്ദേശം, അനേക ഭാരങ്ങൾ പ്രയാസങ്ങൾ നാം ഓരോരുത്തരും അനുഭവിക്കുന്നത് വ്യത്യസ്തമായിരിക്കുന്ന അളവിലാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ ആയിരിക്കുന്നത് സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കമായിരിക്കാം, തലമുറയുടെ ഭാവിപരമായിരിക്കുന്ന വിഷയമായിരിക്കാം, വിദ്യാഭ്യാസത്തിന്റെ മേഖലയായിരിക്കാം, ജോലി സംബന്ധമായിരിക്കുന്ന വിഷയമായിരിക്കാം, രോഗസംബന്ധമായിരിക്കുന്ന വിഷയമായിരിക്കാം, സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം. ഒരുപക്ഷെ ലോകത്തിലെ ഒരു മനുഷ്യർക്കും നിങ്ങളെ സഹായിക്കുവാൻ കഴിയാത്തൊരു അവസ്ഥ ആയിരിക്കാം. ആഗ്രഹിക്കുന്നവർക്ക് പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളോട് പറയാൻ പോകുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. ആമേൻ. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ ലാസറിന്റെ കുടുംബം അനേക ദൈവപ്രവൃത്തികൾ കണ്ട കുടുംബമാണെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തെ അവർ അവരുടെ വിഷയത്തിന്മേൽ കണ്ടിട്ടില്ല. ആമേൻ. നമ്മൾ ഈ ലോകത്തിൽ ഒരുപാട് ലൗകികമായിരിക്കുന്ന നന്മകളെ കണ്ടവരാണ്. നമുക്ക് ഭവനം ലഭിച്ചു, നമുക്ക് തലമുറകളെ ലഭിച്ചു, നമുക്ക് നല്ല ജോലി ലഭിച്ചു. പക്ഷെ ഇതൊന്നും നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതല്ല, ഇതൊന്നും നമ്മളെ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കുന്നതല്ല. ഇതൊക്കെ നമുക്ക് സ്വാർത്ഥമായിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ മാത്രമാണ്. എന്നാൽ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് സകല പ്രതീക്ഷകളും അസ്തമിച്ചു കഴിയുമ്പോൾ ഇനി മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന് കാണുമ്പോൾ നമുക്ക് മുന്നിൽ വെളിപ്പെട്ടു വരുന്ന ഒരു പ്രവൃത്തിയുടെ പേരാണ് ദൈവത്തിന്റെ മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നാറ്റം വെച്ച അവസ്ഥ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പേരുദോഷം സംഭവിച്ചു, നമ്മുടെ സമൂഹത്തിൽ ഇനി നമുക്കൊരു മടങ്ങി വരവില്ല, നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ സമൂഹത്തിൽ വ്യത്യസ്തമായി തീർന്നിരിക്കുന്നു, ഇനി ഞാൻ എങ്ങനെ മടങ്ങി വന്ന് നല്ലൊരു ജീവിതത്തിന് ഉടമയായി തീരുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, അതല്ല ഇനി എങ്ങനെ എനിക്ക് മടങ്ങി നല്ലൊരു ജീവിതം ലഭിക്കും, ഇനി സാധ്യമാണോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തിലേക്ക് ഈ ഓഗസ്റ്റ് മാസം ദൈവം പറയുന്നു: ഞാൻ എൻ്റെ മഹത്വത്തിന്റെ ശക്തിയെ അയക്കും. ഒരു അത്ഭുതമോ അടയാളമോ വീര്യപ്രവൃത്തിയോ ഈ ലോകത്തിൽ സംഭവിക്കുന്നതല്ല ദൈവികത്വം. എന്നാൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹത്വം അത് മരണത്തെ തോൽപ്പിക്കുവാൻ വന്നതാണ്. അങ്ങനെയെങ്കിൽ മരണകരമായിരിക്കുന്ന സകല അവസ്ഥകളും ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതമുണ്ടെങ്കിൽ അവിടേക്ക് ക്രിസ്തു എന്ന മഹത്വത്തെ സ്വർഗ്ഗം ഇന്ന് ഈ മാസം, ഈ ദിവസം, ഇപ്പോൾ തന്നെ അയച്ച് അത്ഭുതകരമായിരിക്കുന്ന വിടുതല് എൻ്റെ നിങ്ങളുടെ വിഷയത്തിന്മേൽ അയച്ചിരിക്കുകയാണ്. അത് റിസീവ് ചെയ്തുകൊണ്ട് പറ: യേശുവിന്റെ നാമത്തിൽ മഹത്വം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന് മേലും വെളിപ്പെട്ട് പെരുമാറാകട്ടെ.
ദൈവം നമ്മെ ഏവരെയും ഈ വചനത്തിൽ അനുഗ്രഹിക്കട്ടെ. മഹത്വത്തിന്റെ പ്രത്യാശയായിരുന്ന ക്രിസ്തു നമ്മളിൽ ഈ ദിവസങ്ങളിൽ ആഴമായിട്ട് ചലിച്ചു തുടങ്ങട്ടെ.